എന്റെ വീട്ടിൽ എപ്പോഴും പാമ്പുള്ളതാണ്. പല പാമ്പിനും വീട്ടിൽ പേരിട്ടു. എനിക്ക് നമ്മുടെ വാവ സുരേഷ് ഉണ്ടല്ലോ, അതുപോലെ എന്നെയും പണ്ട് പാമ്പ് സുരേഷ് എന്ന ഒരു പേരുണ്ടായിരുന്നു എനിക്ക്. ചെന്നൈയില് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് അടുപ്പമല്ല, വളയ്ക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പറ്റിയ ചാൻസ് ആണല്ലോ, ഹീറോയിസം കാണിക്കാൻ പറ്റിയ ചാൻസ് ആണല്ലോ. അപ്പൊ അവള് മുകളിൽ ബാൽക്കണി നിൽപ്പുണ്ട്. പാമ്പിന്റെ വാലിന്റെ ഇത്രയും ഭാഗം മാത്രമേ പുറത്തുള്ളൂ. ഏതാ ഐറ്റം എന്താണ് ഒന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ തമ്പി പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരെ അകത്ത് കയറുന്നു, വാലിൽ പിടിച്ചാദ്യം കുറെ വലിക്കുമ്പോ കുറച്ച് പുറത്ത് വരും. വന്ന് ഏതാണ്ട് ഇത്രയും ദൂരം പുറത്ത് വന്നു. അപ്പോഴും അതിന്റെ തല പുറത്ത് വരുന്നത്. ഇതിങ്ങനെ കിടക്കുക, നീണ്ടു കിടക്കുക. നേരെ പിടിച്ച ഒറ്റ വലി വലിച്ചപ്പോഴത്തേക്കും ഇപ്പൊ നേരെ ഇങ്ങനെ ഒരു വരവായിരുന്നു. ആൾക്കാരെല്ലാം ഭയങ്കര കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ ഇവിടെ ഇംപ്രസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കൈ തട്ടി ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ബൈക്ക് കയറി ഞാൻ പോയി. എന്റെ വീട്ടിലേക്ക് രണ്ടുപേർ വരുന്നു. സുരേഷ് തമ്പി ഉണ്ടോ? എന്താ കാര്യം? ഇല്ല, അപ്പുറത്തൊരു പാമ്പുണ്ട്. ആ പരിസരത്ത് എവിടെ പാമ്പുണ്ടെങ്കിലും അങ്ങനെ പാമ്പ് സുരേഷ് പേരും. വാഷ്റൂമിൽ നിന്ന് പെട്ടെന്ന് ഒരു ലേഡി എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പുറകെ ഇറങ്ങി ഓടി വന്നു. എന്റെ അടുത്ത് നിന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എനിക്ക് ചേച്ചി കാരണമാണ് ഞങ്ങൾ ഡിവോഴ്സ് ആയത്. അപ്പൊ എനിക്കിതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ, എനിക്കിതൊരു നാണക്കേടായിട്ട് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. എന്റെ ഡയറ്റ് കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവും കേൾക്കാൻ. കാപ്സ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് രണ്ടാഴ്ചയോടെ 3 പ്രാവശ്യം ജിമ്മിൽ പോകും. എന്നിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. അന്ന് ആ ദിവസം എന്റെ വൈഫ് ഭയങ്കര ഹാപ്പിയാണ്. ഹായ്, ഫ്ലാസ്ക് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്റെ കൂടെ ഉള്ളത് സൈജു കുറും, സുരേഷ് കൃഷ്ണ, ഡയറക്ടർ രാഹുൽ റെജി നായർ, സിദ്ധാർത്ഥ് ഭരതൻ ആൻഡ് അശ്വതി ശ്രീകാന്ത്. വെൽക്കം. SK വേഴ്സസ് SK ഡിസംബറിൽ ആദ്യം അനൗൺസ്മെന്റ് സമയത്ത് തന്നെ ഇറങ്ങിയ റീലില് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഈ പ്രൊമോഷനോട് അടുപ്പിച്ച് പടം ഇറങ്ങുന്നതിന് മുമ്പൊക്കെയാണ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള റീലുകൾ ഉണ്ടാവാറ്. നിങ്ങൾ തുടങ്ങിയത്, പടം തുടങ്ങിയതേ ഇതും വെച്ചാണ്. എന്തായിരുന്നു, ഇവിടുന്നാണോ ഐഡിയ? ഇത് തന്നെയായിരുന്നു. അല്ല, ഇവിടുന്നാണോ ഐഡിയ? അത് എപ്പോഴും അത് പറ്റണം എന്നില്ല. നമുക്കിപ്പം ഇത് വർക്ക് ചെയ്ത് എല്ലാവരുമായിട്ടും അങ്ങനത്തെ ഒരു റാപ്പും ഉണ്ട്, എല്ലാവരുമായിട്ടും അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇത് ഞങ്ങൾ തന്നെ പേഴ്സണലി എൻജോയ് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തതും. അത് എൻജോയ്ഡ് ഇറ്റ് ലെവൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ DOP പറയാം ലൈറ്റ് പോവും, നമുക്ക് ആക്ച്വൽ സീൻ എടുക്കാനുണ്ട്. ഈ റീൽ അങ്ങോട്ട് തീർത്തിട്ട് ലെവലിലായിരുന്നു. പ്രൊഡ്യൂസർ കം ഡയറക്ടർ കം റൈറ്റർ, കുഴപ്പമില്ലായിരുന്നു. പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അവിടെ തന്നെ ആയതുകൊണ്ട് ഇതിന്റെ പ്രശ്നമില്ല. ഡിസ്ട്രിബ്യൂട്ടറും ആദ്യത്തെ ഒരു റീൽ കഴിഞ്ഞപ്പോൾ നല്ല റീച്ച് കിട്ടി നമുക്ക്. അപ്പൊ വീണ്ടും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ലെവൽ കൂടി. ആ മേക്കപ്പ് റൂമിൽ ഇരിക്കുന്ന ആദ്യം ചെയ്തത്. സുരേഷ് ചേട്ടന് മരണമാസിന്റെ സമയത്തല്ലേ കൂടുതൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റൈൽ പ്രൊമോഷനും ഒക്കെ ആയിട്ടൊരു പരിചയം അല്ലേ? അതിന് മുമ്പ് അധികം ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. എല്ലാരും വിളിക്കാറുണ്ട്. ഈ ഒരു സ്റ്റൈലിലേക്ക് ഇറങ്ങിയപ്പോ എങ്ങനെയുണ്ട്? എന്തെങ്കിലും പറഞ്ഞ് മുങ്ങി പോകുന്നതാണ് പതിവ്. ചില പടങ്ങൾ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കറിയാം അതിൽ നമ്മൾ പോയിരുന്ന് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയണം നമുക്ക് തോന്നും. അപ്പൊ ഈ പടമൊക്കെ അങ്ങനെയാണ്. കാരണം ഈ ഞങ്ങളൊക്കെയാണ് ഈ പടത്തിൽ ഉള്ള ആൾക്കാരുള്ളൂ, ആകെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ് ഈ സിനിമ എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യണം, ജനങ്ങൾ ഈ സിനിമ കാണാൻ തിയേറ്ററിലോട്ട് എത്തണം എന്നുള്ള ഞങ്ങളെ ഒരു ആവശ്യമാണ്. ജയമഹേന്ദ്രന്റെ ആ പാമ്പ് സീന്, അയ്യോ, അതൊരു റിപ്പീറ്റ്, ഇങ്ങനെ ഒരു തവണയല്ല, അതിങ്ങനെ റിപ്പീറ്റ് കണ്ട് ചിരിച്ച സീനായിരുന്നു. അത് അന്നാണ് അറിയുന്നത് നമ്മള്. ഞാൻ അന്ന് അറിയുന്നത് ഒരു പാമ്പ് അപ്പൊ ഇവര് ആദ്യം പ്ലാൻ ചെയ്ത് മൂർഖൻ പാമ്പിനെ ആദ്യം പ്ലാൻ ചെയ്തത്. നമ്മളിവര് എന്തിനും ഓക്കെ പറയുന്ന ആൾക്കാരാ. ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ ഭാഗ്യത്തിന് പെരുമ്പാമ്പിനല്ലേ വെച്ചിട്ട് അല്ല ഇത് അതാ പിന്നെ രണ്ടാമത് വന്നത്. പാമ്പിനെ എന്റെ വീട്ടിൽ എപ്പോഴും പാമ്പുള്ളതാണ്. പല പാമ്പിനും വീട്ടിൽ പേരിട്ടു. ആ പേരും പറഞ്ഞാൽ വിളിക്കുക. പാമ്പുമായിട്ട് കുറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. എനിക്ക് നമ്മുടെ വാവ സുരേഷ് ഉണ്ടല്ലോ, അതുപോലെ എന്നെയും പണ്ട് പാമ്പ് സുരേഷ് എന്ന ഒരു പേരുണ്ടായിരുന്നു എനിക്ക്. ചെന്നൈയില് ഒരിക്കൽ നമ്മള് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചെന്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര കറവടും ഇതൊക്കെ. അപ്പൊ എന്താ സംഭവം നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു പാമ്പ് നിൽക്കുന്നുണ്ട്. അതിനെ പേടിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് അടുപ്പമല്ല, വളയ്ക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പറ്റിയ ചാൻസ് ആണല്ലോ, ഹീറോയിസം കാണിക്കാൻ പറ്റിയ ചാൻസ് ആണല്ലോ. അപ്പൊ അവള് മുകളിൽ ബാൽക്കണി നിൽപ്പുണ്ട്. എന്ത് പാമ്പാന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ആൾക്കാരെ മാറ്റിയിട്ട് നേരെ പോയി
ഈ പാമ്പിന്റെ വാലിന്റെ ഇത്രയും ഭാഗം മാത്രമേ പുറത്തുള്ളൂ, ബാക്കി അത് ഹോളിന്റെ അകത്ത് കയറി ഏതാ ഐറ്റം എന്താണെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഇത്രയും ആൾക്കാർ മാറി നിൽക്കുകയാണേ. ഞാൻ നേരെ അടുത്ത് പോയി ഇതിനെ തമ്പി പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരെ അകത്ത് കയറുന്നു, വാലിൽ പിടിച്ചു. ആദ്യം പിടിച്ചു നോക്കിയപ്പോ മറ്റേ കക്ഷി മുകളിൽ നിൽപ്പുണ്ട്. ഓക്കെ, ചാൻസ് തന്നെ സംഭവം. ഇത് പിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് നമ്മുടെ കൈൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഒരു ഫീലാണ്. അപ്പൊ പിടിച്ചും പോയി വിടാനും പറ്റത്തില്ല, ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുക. വലിക്കുന്നു ഈ സാധനം പുറത്തു വരുന്നില്ല. കുറെ വലിക്കുമ്പോ കുറച്ച് പുറത്ത് വരും. വന്ന് ഏതാണ്ട് ഇത്രയും ദൂരം പുറത്ത് വന്നു, അപ്പോഴും അതിന്റെ തല പുറത്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ കിടക്കുക, നീണ്ടു കിടക്കുക. അത് അങ്ങനെ അവസാനം ആകുമ്പോഴത്തേക്ക് വേറെ നിവൃത്തിയില്ല, ഇനി വിട്ടിട്ട് മാറാൻ പറ്റുന്നില്ല. പിടിച്ച് വലിക്കുക എന്ന് വെച്ചാൽ നേരെ പിടിച്ച് ഒറ്റ വലി വലിച്ചപ്പോഴത്തേക്കും ഇവൻ നേരെ ഇങ്ങനെ ഒരു വരവായിരുന്നു. ഭാഗ്യത്തിന് അവിടെ തൊട്ടപ്പുറത്തൊരു തെങ്ങ് വെപ്പുണ്ടായിരുന്നു. ആക്ച്വലി പാമ്പുകളെ നമ്മൾ വാലിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്പൈൻ അപ്പോൾ ഇതായി, പിന്നെ അവിടെ കിടക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എവിടെയോ എൻ്റെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. നേരെ ഇതിന് നല്ല നീളമുണ്ടല്ലോ, ഇതിങ്ങനെ വരിക കറക്കി നേരെ ഈ തെങ്ങില് ഒരു ഒറ്റ അടി, അവിടെ ചുരുണ്ടത് കിടന്ന് ആൾക്കാരെല്ലാം ഭയങ്കര കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ ഇവിടെ ഇംപ്രസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൈ തട്ടി ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ബാക്ക് കയറി ഞാൻ പോയി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിലേക്ക് 2 പേര് വരുന്നു. അപ്പം ബെല്ലടിക്കുന്നു, അമ്മ പുറത്ത് വരുന്നു. സുരേഷ് തമ്പി ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ കാര്യം? ഇല്ല, അപ്പുറത്തൊരു പാമ്പുണ്ട്. ആ പരിസരത്ത് എവിടെ പാമ്പുണ്ടെങ്കിലും അങ്ങനെ പാമ്പ് സുരേഷിന്റെ പേരും അനുഭവം ഉള്ളതുകൊണ്ട് ഈ ബോർക്ക പാമ്പിനെ ഞാൻ അങ്ങനെ പേടിച്ചൊന്നുമില്ല. ഭാഗ്യത്തിന് അതൊരു പെറ്റായിരുന്നു, വീട്ടിൽ വളർത്തുന്നതാണ്. ആകെ സുരേഷിനെ മാത്രമേ അതിന്റെ അടുത്ത് പോയുള്ളൂ. എടുത്തിട്ടുള്ളൂ. നമുക്കൊക്കെ പേടിയാണ്. ഈ കോമഡി പറയുമ്പോഴേ അപ്പം ഞങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരു എന്താ പറയുന്നത്, ഞങ്ങളുടെ കാലത്തൊരു വില്ലൻ എന്ന് പറയുമ്പോൾ 90s സംബന്ധിച്ചിടത്തോളം ആ ഒരു 2000 തൊട്ട് ഇങ്ങനെ കാണുമല്ലേ. ഞങ്ങൾ കുറെ സിനിമകൾ ഹെയ്റ്റ് ചെയ്ത, പിന്നെ ഞങ്ങളെ ചിരിപ്പിച്ച. അപ്പൊ ഒരു പോയിന്റ് എത്തുമ്പോൾ ബിജു ചേട്ടനൊക്കെ ഈ പറഞ്ഞ റഫ് ആൻഡ് ടഫ് വലിയ മനുഷ്യർ എന്നൊക്കെ പറയുന്ന ആളുകളെ കോമഡി ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റിനെ പറ്റി ഡയറക്ടേഴ്സ് പറയാറുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്റ്റിഫായിട്ടുള്ള ഒരു വില്ലൻ എന്നുള്ള ഒരു ഇമേജിൽ വെച്ചിട്ട് കോമഡിക്ക് വേണ്ടി വൾണറബിൾ ആക്കുമ്പോൾ ഈ ബോഡി ലാംഗ്വേജ് മാറ്റുന്നതിലൊക്കെ ഒരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു ഈ പോയിന്റിൽ. അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആക്ച്വലി റിയൽ ലൈഫിൽ നമ്മൾ ഇതാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പേടിച്ച ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ അതിലേക്ക് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് അവർ. ഇതാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. മറ്റത് അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതൊന്നുമല്ല. എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ജീവിക്കേണ്ടത് വെച്ചിട്ട് പോയി ചെയ്യുന്നതാ, അല്ലാതെ മറ്റത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. റിയൽ സാധനത്തിലേക്ക് ഇപ്പൊ ചെയ്യുന്നതാണ് നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കംഫർട്ടബിൾ നമുക്കതാണ്. പക്ഷെ പണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെല്ലാം. ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് കിട്ടിയത് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ്. കോംബോയില് അന്ന് നമ്മള് ജോണി പെരിങ്ങോടനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭദ്രൻ ഇൻട്രസ്റ്റിംഗ് ഒരു പരിപാടിയാണ്. ഞാൻ ആക്ച്വലി എന്നെ ആദ്യം വിളിച്ചത് ഭദ്രൻ ഭദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ, അത് സുരേഷ് ഏട്ടൻ തന്നെ എന്നോട് പറഞ്ഞത്. നമ്മുടെ അനീഷ് ജി മേനോൻ ചെയ്ത ക്യാരക്ടർ, അതായത് ഭദ്രന്റെ ഫാൻസിന്റെ ആണ്, ആ ക്യാരക്ടറിന് വേണ്ടിയാ 5 ദിവസം ആണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെ ആയിരുന്നു, ഞാൻ ആ ക്യാരക്ടർ. അപ്പൊ ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം ചെയ്തോണ്ടിരിക്കുകയാണ് പയ്യന്നൂര്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിതിൻ മൈക്കിൾ, നമ്മുടെ ചീഫ് അസോസിയേറ്റ് ജീന്റെ, പുള്ളി വിളിച്ചിട്ട് പറയണത്, ചേട്ടാ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, ഒരു 13-14 ദിവസം കാണുമോ? ഞാൻ പിന്നെന്താ വേണമെങ്കിൽ 25 ദിവസം അപ്പൊ പറഞ്ഞു വേറൊരു ക്യാരക്ടർ ഉണ്ട്, അത് പൃഥ്വിരാജാണല്ലോ ഒരു സ്റ്റാർ, പൃഥ്വിരാജിന്റെ ഫ്രണ്ടിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു പൊളിറ്റീഷ്യന്റെ. അപ്പം അതിലേക്ക് മറ്റേത് ചേട്ടൻ ഓൾറെഡി ചെയ്ത പോലത്തേക്ക് ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്, ഇതാകുമ്പോൾ കുറച്ചുകൂടെ നന്നാവുന്നു. ഞാൻ പറഞ്ഞു യെസ്. അപ്പൊ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് ഇത് മാത്രം അറിയാം, പൃഥ്വിരാജിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ക്യാരക്ടർ. ബാക്കി എന്താണ് ഇയാള് ചെയ്യാൻ പോണെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് പിന്നെ ജോണി നല്ല ക്യാരക്ടറായിരുന്നു. നമ്മളന്ന് പറഞ്ഞിരുന്നു അൾട്ടിമേറ്റ് പുച്ഛങ്കഥ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിരുന്നു. ആക്ച്വലി മമ്മൂക്ക ചെയ്യേണ്ട വേഷമായിരുന്നു, പൃഥ്വിരാജിന്റെ വേഷം ശരിക്കും മമ്മൂക്ക ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. മുകേഷ് ഏട്ടനായിരുന്നു ഈ വേഷം, ഇത് മുകേഷ് ഏട്ടനായിരുന്നു. ഭദ്രൻ അന്ന് ഞാൻ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാണ് പൃഥ്വിരാജിലേക്ക് മാറുന്നതും സംഭവിക്കുന്നത്. സച്ചിയേട്ടനാണ് ഏറ്റവും ഡിഫറെന്റ് ആയി ചേട്ടായിസലാണെങ്കിലും മാറ്റക്കോയനാണെങ്കിലും സുരേഷ് ഏട്ടനെ വേറൊരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ ഇതെങ്ങനെയായിരിക്കും ഭദ്രൻ ജയിക്കുക എന്നുള്ളത്?
കാരണം അതിലൊരു കോമഡിയാണ്. എന്താന്ന് പറയും, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ എന്നെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് പുറത്ത്. തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ, ഒരു നല്ല ധാരണ ആർക്കും ഇല്ല. അപ്പൊ അത് എന്നെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരെന്ന് പറയുന്നത് എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. സച്ചി ആയിക്കോട്ടെ, ഇപ്പൊ ഇതിന്റെ ഡയറക്ടർ ജീൻ ആയിക്കോട്ടെ, നമ്മുടെ ഷാഫി, ഇങ്ങനത്തെ കുറെ ആൾക്കാർ എന്നെ വളരെ അടുപ്പമുള്ള എന്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ റിയൽ ലൈഫിൽ ഞാൻ എന്താണെന്നൊക്കെ ഏറ്റവും അധികം അടുത്തറിയാവുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ടായിരിക്കാം അവർക്ക് ചിലപ്പോൾ ഇവനെ മാറ്റി നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ അവരൊരു ശ്രമം നടത്തിയത് കൊണ്ടാണ് ഇപ്പോഴും അതിൻ്റെ പുറകെ കുറച്ച് ഹ്യൂമർ ടച്ചിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിൻ്റെ കാരണം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഇന്നും തല്ലുകൊണ്ട് ഇങ്ങനെ റോപ്പൊക്കെ കയറി ഇന്ന് നടക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ വില്ലൻ അല്ലെങ്കിൽ ഇത്തിരി കഷ്ടപ്പെട്ടു അല്ലേ, ചാടി മറിഞ്ഞ്. എത്ര അല്ല ഭദ്രൻ വില്ലൻ അല്ലെങ്കിൽ വെറുതെ ചാടി മറിഞ്ഞ്. ഭദ്രൻ എന്താണെന്ന് ഇപ്പോഴും ആർക്കും ഒരു എന്താണ് ഇയാളുടെ പ്രശ്നം ആർക്കും. നമ്മള് ജോണ് സൂക്ഷ്മദർശിനി പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് എ കൊണച്ച പ്ലാൻ എന്ന് ആക്ടിങ്ങിൽ ഏത് പോയിന്റിലാ തോന്നിയത്? എന്ന് വെച്ചാൽ ആക്ടിങ് അങ്ങനെ തോന്നിയിട്ടില്ലേ ഇതുവരെ? ഇറ്റ്സ് നോട്ട് എ കൊണച്ച പ്ലാൻ. പ്ലാൻ ആണോ എന്ന് അറിഞ്ഞൂടാ. അത് സെക്കൻഡ് ഇന്നിങ്സിലായിരിക്കും തോന്നുന്നത്. Because I was too early for my first innings. So, like that. എപ്പോഴും എഴുത്തുകൾ വല്ലാതെ ടച്ച് ചെയ്യാറുണ്ട് ഞങ്ങളെയൊക്കെ. താങ്ക് യു. പല രീതിയിലും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പല രീതിയിലും ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും. ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ വല്ലാതെ ഇപ്പോൾ ഒരാളെ ഇൻസ്പയർ ചെയ്തു, ചേച്ചി ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ അവർ അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞൊരു ഫാൻ മൊമെന്റ് നല്ല അതിന് പറയാം, എന്നാലും ഫാൻ മൊമെന്റ് എന്നല്ല, ലൈക് സ്ത്രീകൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവരുടെ ഒരു സർവൈവലിന്റെ ജേണിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായത് കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ ഒരു ലേഡീസ് ഒള്ളി ട്രിപ്പ് പോയി. അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിൽക്കുക. അപ്പോൾ അവിടുന്ന് വാഷ്റൂമിൽ നിന്ന് പെട്ടെന്ന് ഒരു ലേഡി എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പുറകെ ഇറങ്ങി ഓടി വന്നു. പക്ഷെ പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം എൻ്റെ അടുത്ത് നിന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ചേച്ചി കാരണമാണ് ഞങ്ങൾ ഡിവോഴ്സ് ആയത്. അപ്പോൾ എനിക്കിതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കണോ, എനിക്കിതൊരു നാണക്കേടായിട്ട് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഷീ വാസ് ഇൻ എ ടോക്സിക് റിലേഷൻ ഭയങ്കര കുറേ കാലമായിട്ട്. അപ്പം ഞാൻ ഈ റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ്സ് പറഞ്ഞിട്ടുള്ളത് അത് അഡ്രസ്സ് ചെയ്യേണ്ടതിന്റെ ആവശ്യം പറഞ്ഞിട്ട് കുറെ കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ചെയ്തപ്പോഴാണ് ആൾക്ക് ഫസ്റ്റ് റിഫ്ലക്ഷൻ ഉണ്ടായത് ഷീ ഈസ് ഇൻ എ ടോക്സിക് റിലേഷൻ ആൻഡ് ഷീ പുള്ളിക്കാരി ബെറ്റർ ഒന്ന് ഡിസർവ് ചെയ്യേണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ റിഫ്ലക്ഷൻ അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യാൻ നോക്കി, നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഡിവോഴ്സ് ആയി. അപ്പോൾ പക്ഷെ പെട്ടെന്ന് വന്നിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ മുന്നേ വെച്ച് ചേച്ചി കാരണം ഞങ്ങൾ ഡിവോഴ്സ് ആയി. അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പുരുഷന്മാരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ കൂടെ ഒരു വീഡിയോ പറഞ്ഞൊരു വീഡിയോ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ. പുരുഷന്മാർക്ക് ഇപ്പൊ അടുത്തായിട്ട് എയർപോർട്ടിലെ പുരുഷന്മാർ താങ്ക് യു. അതും നമ്മൾ തീർച്ചയായിട്ടും കാര്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല ബാലുവിന് എന്താ ഇങ്ങോട്ട് ഇറക്കാൻ? ഞാൻ ഫ്ലാസ്കിലില്ല, ഇവര് സമ്മതിച്ചില്ല. അതിലെ മനുഷ്യൻ എന്തൊക്കെ ചെയ്യും. അതെ അതെ ചെയ്യണ്ടെന്ന് പറഞ്ഞു, അതാ ഞാൻ ചോദിച്ചത്. അല്ല അത് ഇവർ രണ്ടുപേരും കാസ്റ്റ് ചെയ്തല്ലോ, പിന്നെ ആകെയുള്ള സിദ്ധുചേട്ടന്റെ റോളാണ്. അത് ഇവർ ആദ്യമേ ബ്ലോക്ക് ചെയ്തല്ലേ. പിന്നെ കായിക അധ്വാനം കൂടുതലുള്ള ഒരുപാട് പണിയെടുക്കണം. അതാണ് പാഷൻ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു ചെയ്തോളൂ. ഒരുപാട് പണി കൊണ്ട് പുള്ളിക്ക് ഏറ്റവും വലിയ മോണോലോഗ് ഒക്കെ ഉള്ളത്. പുട്ടുവമ്മലില് ഈ സ്വന്തമായിട്ട് അന്ന് മേക്കപ്പ് ചെയ്ത ഒരു തമിഴ് സിനിമാ വികടനിൽ കൊടുത്ത ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ആ പിക്കൊക്കെ കാണുമ്പോ അതെങ്ങനെ അന്നത്തെ ഒരു ചെറുപ്പക്കാരന് സ്വന്തമായി മേക്കപ്പ് ചെയ്യാനുള്ള ഒരു പട്ടണ ഋഷി ലെവലിലുള്ള ഒരു മേക്കപ്പാ. അന്നും ഞാൻ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. മേക്കപ്പിൽ പരിചയം എന്തെങ്കിലും ഉണ്ടായിരുന്നു? മേക്കപ്പിന്റെ പരിചയം വെച്ചാൽ നമ്മള് കണ്ടതും നമ്മളൊരു ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും അതിന്റെ ബൈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ. അപ്പൊ അതിനൊരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ ചെറിയ പ്രായവും ഞാൻ KR വിജയുടെ ഭർത്താവായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു 2 സീന ഫ്ലാഷ് ബാക്കിൽ വരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കണ്ണിന്റെ താഴേക്ക് ഒരു ചുരുക്കം ഒക്കെ കിട്ടിയാൽ കൊള്ളാം, കുറച്ചുകൂടെ ഏജ് കിട്ടിയാൽ കൊള്ളാം. എന്റെ തന്നെ ഒറിജിനൽ ഹെയറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്. പല്ല എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ആ മേക്കപ്പ് മാൻ ചെയ്ത സാധനമൊന്നും ഒരു അരമണിക്കൂർ പോലും നിൽക്കുന്നില്ല. അപ്പോഴേക്കും അത് പോകുന്നു, സ്പ്രെഡായി പോകുന്നു, അങ്ങനെ അതിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ ചെയ്ത് നോക്കാം നമുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അത് നമ്മുടെ ടിഷ്യൂ പേപ്പർ നമ്മുടെ അമ്പിളിയമ്മാവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട്
ഈ സ്പിരിറ്റ് ഗം കണ്ണിന്റെ താഴെ ഇത്രയും ഭാഗം അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഈ പേപ്പർ ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ വീണ്ടും ഗമ്മ് ഒട്ടിച്ച് ഡ്രൈ ആക്കി ഇങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് പിന്നെ സ്റ്റിക്ക് ഇട്ട് മാച്ച് ചെയ്ത് സാധനം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ലുക്ക് കിട്ടി. പക്ഷെ അത് ലോക ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എല്ലാം ക്രാക്ക് ചെയ്ത് പഴുത്തിട്ട് ഇവിടുന്നൊക്കെ ലിക്വിഡ് വരാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും നമ്മളെ ആർക്കും അറിയില്ല. അപ്പൊ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ ആക്ടറാണ്, ഇങ്ങനെ ഒരു മേക്കപ്പിൽ ഇങ്ങനെ പണിയൊക്കെ ചെയ്തതാണ്. അയാൾ എന്നെ തെറിയോട് തെറിയത്. ഒരു ആക്ടർക്ക് ആദ്യം വേണ്ടത് കണ്ണും ഇതൊക്കെയാണ്. അത് നശിപ്പിച്ച് കളയുന്നത് ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക, കണ്ടിന്യൂറ്റി ആയിപ്പോയി. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 5-6 മാസത്തോളം ആ പടത്തിന് ഷൂട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും വീണ്ടും ഈ സാധനം ചെയ്യണം. രാത്രി മുഴുവൻ മരുന്നിട്ട് കിടക്കുക, അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളതാണ്. സൈജറിന്റെ ആണെങ്കിലും സുജറിന്റെ ആണെങ്കിലും ഒക്കെ എനിക്ക് ഇവരുടെ ഓരോരുത്തരുടെയും ഇതുപോലത്തെ എഫേർട്സ് ഇവര് ക്യാരക്ടറിന് വേണ്ടി ചെയ്യുന്നത്. ഇപ്പൊ സൈചേട്ടൻ ഈ മെലിഞ്ഞിരിക്കുന്നു പറഞ്ഞത് എനിക്ക് അറിയാം, അതിന് ഡയറ്റും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പോലീസാണ് പ്രത്യേകിച്ച് നമ്മൾ പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ ഡയറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മള്. ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബലപ്പെടുത്തും, വയറുണ്ടോ ഇങ്ങനെ ഒരു ഇത് നിൽക്കും. എന്താ ഡയറ്റ്? കുറെ പേർക്ക് താല്പര്യം ഉണ്ടാവും കേൾക്കാൻ. ഒന്നുമില്ല, കാപ്സ് കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്. പിന്നെ രാത്രിയിൽ കഴിക്കാറില്ല. വർക്ക്ഔട്ട് രണ്ടാഴ്ചയോടെ 3 പ്രാവശ്യം ജിമ്മിൽ പോകും. അന്ന് ആ ദിവസം എന്റെ വൈഫ് ഭയങ്കര ഹാപ്പിയാണ്. എന്റെ മോളിപ്പം ഇവിടെ 2 മാസത്തേക്കുണ്ട്. അപ്പൊ മോള് എല്ലാ ദിവസവും വന്നിട്ട് രാവിലെ, അപ്പൊ ഞാനവിടെ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും രാവിലെ. അവള് റെഡി ആയിട്ട് വന്നിട്ട് പറയും, അച്ഛാ കം വിൽ ഗോ ടു ജിം. ഞാൻ വൈകുന്നേരം വരാം. അങ്ങനെ വൈകുന്നേരം പിന്നെ അവള്, അപ്പൊ ചില സമയത്ത് എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നത് വെച്ചാൽ ഇവിടുത്തെ ഓർത്ത് എന്നെ പറയും. സാധാരണ ആൾക്കാർ വിട്ട് കളയല്ലോ. യു സെഡ് ഇൻ ദ മോർണിംഗ് ദാറ്റ് വിൽ കം വിത്ത് മീ ഇൻ ദ ഈവനിങ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പിന്നെ ഒരു ദിവസം പോകും അവളുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദിവസം ഞാൻ എന്ത് പറഞ്ഞാലും വൈഫ് അനുസരിക്കും. ബോഡി നാച്ചുറലും കൂടിയാണ് കേട്ടോ അത്. സൈജു എന്ത് ഇപ്പൊ ഡയറ്റ് വിട്ടാൽ പോലും സൈജു ഭയങ്കരമായിട്ട് വണ്ണം വെക്കാൻ സാധ്യതയുള്ള ഹലോ ഒക്കെ ചെയ്യണം. ചില വയറൊക്കെ വരികയായിരിക്കാം, എന്നാലും മൊത്തത്തിലൊരു രൂപം ഭയങ്കര ആവില്ല. അത് ചിലരുടെ ബോഡി നേച്ചറാണത്. പിന്നെ കുടുംബപരമായി അങ്ങനെയാണ്. ഞാൻ അഭിലാഷം കാണാൻ പോകുമ്പോ ഓർമ്മയില്ലേ, അനുഭവം ചേച്ചി ഇരിക്കുന്നുണ്ട്, ഞാൻ സൈഡ് വ്യൂ കണ്ടിട്ട് മോള് എന്റെ മോളെന്ന് വിചാരിച്ച് സൈഡ് വ്യൂ കാണുന്നുള്ളൂ. അപ്പൊ അനു അതുകൊണ്ടാണ് ഇടയ്ക്ക് അതിനെ പറ്റി പറയാറുണ്ട്. അതുകൊണ്ടാണ് ആനന്ദ് ഏകർഷി. അപ്പം ഒരുപാട് പേർക്ക് അറിയാം, അദ്ദേഹം ആട്ടത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസം ഓൾറെഡി ഇദ്ദേഹത്തിന്റെ സീൻ ഒരെണ്ണം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഞാനിത് കാണുമ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയിട്ട്, ഞാൻ രാഹുലിനെ പറഞ്ഞ, രാഹുലെ ഇങ്ങനത്തെ ഡയലോഗ്സ് ഈ രീതിയിൽ എന്നോട് നിങ്ങൾ പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചേനെ. ഇദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജും ദ ക്യാരക്ടർ ഹിസ് പ്ലേയിങ് ഭയങ്കര, അത് നമ്മുടെ ശ്രീകാന്ത് സജസ്റ്റ് ചെയ്തതാണ്. ശ്രീകാന്ത് മനോഹർ, ക്രിയേറ്റീവ് ഡയറക്ടർ. ഭയങ്കര രസമായിട്ടാണ് നിങ്ങൾ അയാളുടെ പെർഫോമൻസ് ഒന്ന് കാണുന്ന ഈ സിനിമയിൽ. ഭയങ്കര രസമായിട്ട്. ഞാനും ആരാ ചോദിക്കുമ്പോഴാണ് ഇയാൾ ആട്ടത്തിന്റെ ഡയറക്ടറാണല്ലോ. എനിക്ക് ആളറിയില്ലായിരുന്നു. ആട്ടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്, പക്ഷെ ഡയറക്ടർ ഇയാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അന്ന് അവിടെ കാണും. ഇതിന്റെ അകത്ത് ഡയലോഗ് ഇല്ലാത്തൊരു ചേട്ടനുണ്ട്. ഓക്കെ, മെലിഞ്ഞിരിക്കുന്ന ഒരു ചേട്ടനാണ്. സുനിൽ പാലക്കാട്. സുനിലേട്ടൻ. സുനിലേട്ടൻ ജയമേന്ദ്രനിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഡയലോഗ് പോലും ഇല്ല, പക്ഷെ എന്ത് എഫക്റ്റീവ് ആണ് അദ്ദേഹത്തിന്റെ അഭിനയം. ലുക്കും കാണാൻ ലുക്കും ഒക്കെ ഉഗ്രൻ, ഭയങ്കര രസമുള്ള കാസ്റ്റിംഗ്. നമ്മുടെ ജയമേന്ദ്രനിൽ അഭിനയിച്ച അത്യാവശ്യം ആൾക്കാരുണ്ട് ഇതില് കാസ്റ്റിംഗില്. അശ്വ ചേച്ചി, ഇപ്പം ഈ ചക്കപ്പഴം ഞാൻ കാണുന്നത് ചക്കപ്പഴത്തിന് ഞാൻ ലളിതമ്മയുടെ കൂടെ ആളുണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഓ, അത് സ്പെഷ്യൽ ആയിരുന്നു. അത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ. അല്ലെങ്കിൽ നമ്മളങ്ങനെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നതല്ലോ. ആ ഒരു ഇടയ്ക്ക് കയറി വന്ന് കുറച്ച് കനിഷ്ഠൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കൊരു പിച്ചൊക്കെ തരും. അതെ അതെ, അത് ആള് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും പിക്ചർ എന്താണ് വെരി. ഞാൻ കോവിഡ് കാലത്ത് ചക്കപ്പഴവും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം. അപ്പൊ ഈ ആക്ടർ, ആങ്കർ, ലൈഫ് കോച്ച്, റൈറ്റർ, ഇതുപോലെ തന്നെ എത്ര റോൾസാ ചെയ്യുന്നത്? ഇതിലേറ്റവും ഫേവറേറ്റ് ചുരുക്കം. ഞാനിപ്പോ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചില ആക്ടേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവർ അതിലെടുക്കുന്ന സാധനം, ഞാൻ ചതുരംഗം
ചതുരംഗം എന്നൊരു മോഹൻലാലിൻ്റെ ഒരു സിനിമ. അതിനകത്ത് ജെസ്സിയാണ് ലാലേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഉള്ളൊരു റബ്ബർ തോട്ടത്തിനകത്തുള്ളൊരു സീൻ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുക. ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ഷൗട്ട് ചെയ്ത് പറയുന്ന ചേച്ചിയുടെ സീനാണത്. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും ചേച്ചി അങ്ങനെ പെർഫോം ചെയ്ത് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണേ. ഷോട്ട് കട്ട് ചെയ്തിട്ടും അവരുടെ ബോഡി കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ലാലേട്ടൻ ചെന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് 10 മിനിറ്റ് അതേപോലെ അങ്ങനെ അമ്മരി. അത് എളുപ്പമല്ല, നമുക്ക് കഥ അത്രത്തോളം അകത്തുനിന്നാണ് സാധനം വരുന്നത്. അവർ ഭയങ്കര ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് അവർ. ഈ പല പല പൊസിഷൻസിൽ ഏതാ ഏറ്റവും ഫേവറേറ്റ് അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല, എല്ലാം ചെയ്യുന്ന സമയത്ത് ഇഷ്ടത്തോടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു റെഗുലർ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കോച്ചിങ്ങും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, എഴുത്ത്, അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനോട് സ്പെഷ്യൽ ഇഷ്ടമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുൾ ഹാർട്ടോടെ തന്നെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ. വെങ്കടേഷ് ബാലാജി ഡിസ്ട്രിക്ട് ജഡ്ജ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ റോൾ? എങ്ങനെയാണ്, ഡിഫറെന്റ് ആണോ? ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു വെങ്കടേഷ് ബാലാജി. അയാളുടെ സ്വഭാവമൊക്കെ കുഴപ്പമാണ്, എന്നാലും ആസ് എ ക്യാരക്ടർ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. സജിച്ചേട്ടനോട് ഞാനൊരു എന്താ പറയുക, ഏജ് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആലോചിച്ചിങ്ങനെ പോകുമ്പോൾ സുരേഷ് ചേട്ടന് വേണ്ടി ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ആ ലുക്കിലേക്ക് ഒന്നുകൂടെ നോക്കുന്നത്. ഇതിപ്പോ ഏജിൻ റിവേഴ്സാ ശരിക്കല്ലേ? ഇതില് വല്ലാതെ സ്ലിം ആയ പോലെ സജിച്ചേട്ടൻ. സ്ലിം ആയിരുന്നു ഞാൻ. ഏജ് നല്ലൊരു 10 വയസ്സൊക്കെ കുറഞ്ഞ പോലെ ഇരിക്കുന്നു. കാക്കി ഇട്ടപ്പോ അത് ഭയങ്കര രസമായിട്ടാണ് അക്ഷയ അത്. എനിക്ക് തോന്നുന്നത് പല പോലീസ് ഓഫീസർ കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ ഇത് ഒത്തുവരാറുള്ളൂ, കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഷർട്ടും പാന്റും ഒക്കെ. അപ്പൊ ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അന്ന് നമ്മുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാൻ പറയുകയും ചെയ്ത്, ഞാൻ ഇനി തടി വെച്ചില്ല. ഞാനൊരു സെറ്റ് ഓഫ് കോസ്റ്റ്യൂം ഞാൻ കൊണ്ടുപോയി, പോലീസ് കഥാപാത്രം. അതെ അതെ. പക്ഷെ അപ്പൊ ഞാൻ പറയുകയും ചെയ്തത്, ഇനി ഞാൻ തടി വെച്ചില്ലെങ്കിൽ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അത് അവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ യൂണിഫോം വേണ്ടി വന്നില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ചെറുതായിട്ട് വയറ് വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ കുറയ്ക്കുന്നതായിരിക്കും. കഥാപാത്രം എങ്ങനെയാണ്? നമ്മള് ട്രെയിലറൊക്കെ കാണുമ്പോ ഒരു പാവം ഫീലാണ്. ജ്യോതി പാവം തന്നെയാണ്. അതെ. അതായത് ഈ മഹേന്ദ്രന്റെ വേറൊരു എക്സ്ട്രീമാണ്. ഇയാൾ ഒട്ടും സ്ട്രൂഡല്ല. എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകാരനാവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രണയിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടൊരു ഇൻകം ഇല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പോലീസ് ആയിട്ടുള്ള ഒരു ജോലി. വ്യത്യസ്തമായ സിനിമ തന്നെയാണ്. വളരെ പാഷനേറ്റ് ആയ, ഡെഡിക്കേറ്റഡ് ആയ കാട്ടിലെ ഗണേശൻ അങ്ങനെ തന്നെയായിരുന്നു കാട്ടിലെ സീനുകൾ. എന്താ ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ ഒരു മാവോയിസ്റ്റ് എന്നുള്ള ഒരു ഫീൽ. അതൊക്കെ തന്നെ ഇവരെ ഒരു സിറ്റുവേഷനിലേക്ക് ഇടുന്നു. ആ സിറ്റുവേഷനിലൂടെ അവർക്കിടയിൽ ഉണ്ടാവുന്ന ചില ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആണ്. അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു കാര്യം പറഞ്ഞു, ഗ്ലോബൽ സാധനമൊക്കെ. എനിക്ക് തോന്നുന്നു സിദ്ധുവിന്റെ, ഞാൻ സിനിമ കണ്ടതാണ്, സിദ്ധു സിനിമ കണ്ടിട്ടില്ല എപ്പോഴും. ഞാനും സഹിച്ച് സിനിമ കണ്ടതാണ്. സിദ്ധുവിന്റെ ഒരു എന്താ പറയാ, ഒരു കരിയർ ബെസ്റ്റ് നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇത് വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അശ്വതി ചേച്ചി പറഞ്ഞ പോലെ വൈഫ് പ്രണയിനി ഒക്കെ അല്ലേ? നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയുള്ള ആ ഒരു സ്റ്റേജ് തൊട്ടാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. ആദ്യത്തെ ഭാഗത്ത് വീട്ടിലുള്ള ഒരു സാധാരണ ഹൗസ് വൈഫ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അവന്റെ ഭർത്താവ് പോലീസുകാരനാകുമ്പോ ഭാര്യമാർക്ക് അതിനകത്തൊരു അഭിമാനം ഉണ്ടാവുമല്ലോ. ഭർത്താവ് എത്ര പേടിത്തൊണ്ടനാണെന്ന് അതിനകത്ത് അച്ഛൻ പറയുന്ന. പക്ഷെ എന്നാലും ഭാര്യയ്ക്ക് അത് അറിയാമെങ്കിൽ പോലും കുറച്ചൊന്നും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമല്ലോ. യു ക്യാൻ ഡു, ചേട്ടനെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ഒരു സംഭവം. സോ അങ്ങനെ പറയുന്ന സാധാരണ ഭാര്യ. അപ്പൊ ഫ്ലാസ്കിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.